എറണാകുളം കോട്ടപ്പടി വാവേലിയിൽ കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വീടിന്റെ ജനാലകൾ തകർത്തു. പ്രദേശത്ത് വ്യാപക കൃഷിനാശവും ഉണ്ടാക്കി. ഞങ്ങൾക്ക് കിടക്കാൻ നിർത്തിയില്ല. മുറ്റത്തേക്ക് ഇറങ്ങാൻ മൂത്രമൊഴിക്കാൻ പോകാൻ പരിക്കാത്ത പോലെ നിന്ന് മൂത്രമൊഴിക്കാൻ പേടിയാ. അതറിയാവോ? പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തിയത്. വാവേലി സ്വദേശി അനീഷിന്റെ വീടിന്റെ ജനാലകളും തകർത്തു. അനീഷിന്റെ മാതാവ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇന്നലെ 3 മണി മുതൽ ആനയുടെ ശല്യം കാരണം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഈ 2 വീടിന്റെ മുറ്റത്താർന്നു ആന. ഞങ്ങൾ നോക്കി നിന്ന് പേടിച്ച് വിറച്ച് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതിനൊരു സംവിധാനം ഉണ്ടാക്കി തന്നെ ഈ ആനേനെ ഇവിടുന്ന് ഒന്ന് എന്തെങ്കിലും ചെയ്ത് മാറ്റണം. സർക്കാർ അതിന് ഞങ്ങളെ സഹായിക്കണം. ഒറ്റയാനടക്കം 6 ആനകളാണ് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. പ്രദേശത്ത് വ്യാപക കൃഷിനാശവും ഉണ്ടാക്കി. ഫെൻസിംഗ് ഫലപ്രദമല്ലെന്നും കാട്ടാനശല്യം രൂക്ഷമായ ഇടങ്ങളിൽ ട്രെഞ്ചുകൾ നിർമ്മിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇന്നലെ രാത്രി ഇവിടെ വീട്ടില് ആക്രമണം ഉണ്ടാക്കിയത് ആ മുറിവാലൻ എന്ന് പറയുന്ന ആനയാണ്. ഇപ്പൊ ഒരു 3,75,00,000 രൂപയുടെ ഒരു ഫെൻസിങ്, ഡബിൾ ലൈൻ ഫെൻസിങ് വരുന്നുണ്ട്. അത് ഈ വഴിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഫുള്ള് എല്ലാം തന്നെ ആന നശിപ്പിച്ചിട്ടേക്കാം. ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞിട്ട് ട്രെഞ്ച് താത്തുക എന്നുള്ളതാണ്. വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മീഡിയ 1 കൊച്ചി.